ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിദാസ് റെസിപ്പീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പെരുന്നാളിനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്രാവശ്യത്തെ പെരുന്നാളിനൊക്കെ ലോക്ക്ഡൗൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പുഡിംഗ് ആയിരിക്കും എല്ലാവരും നോക്കുന്നത് അല്ലേ. അപ്പം വളരെ കുറഞ്ഞ ചിലവിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇളനീർ പുഡിംഗ് ആണ് ചെയ്യുന്നത്, പക്ഷെ ഇളനീർ ഇല്ലാതെ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചൈന ഗ്രാസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ അളവുകളൊക്കെ എടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും ഒന്ന് അങ്ങ് മെൽട്ടാക്കി എടുക്കണം. അതേസമയം തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെച്ചിട്ടുള്ള വെള്ളത്തിലോട്ട് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പം ഏകദേശം ഒരു മധുരത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടിക്കോളും. അപ്പം ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മെൽട്ടായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തിളച്ചിട്ടുള്ള വെള്ളത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മെൽട്ടാക്കി എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ചൈന ഗ്രാസ് ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഒഴിച്ചു കൊടുത്താലും മതി. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇളനീർ വെള്ളത്തിൻ്റെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിലാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി ഇത് തണുക്കാൻ വെച്ച സമയം കൊണ്ട് പുഡിങ്ങിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആണ് ആഡ് ആക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോർമൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ടുള്ള കോൺഫ്ലോർ നമുക്ക് പാലിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത സമയത്തിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കേട്ടോ, അല്ല എന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഷുഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസോളം ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡിയായ സമയത്ത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ രണ്ടാമത്തെ പുഡിങ്ങും ഇവിടെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിന്റെ ക്യൂബ്സ് ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇളനീരൊന്നും അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പുഡിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. ഇതിന് ഇളനീർ പുഡിങ്ങിന്റെ ആ സെയിം ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവൂല്ലേ? ഒരു സംശയം വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നമുക്ക് ഇളനീർ കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല. സെയിം ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്